നമസ്കാരം. പ്രവാസി മലയാളി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ പ്രവാസി മലയാളികളെ, പ്രത്യേകിച്ച് അടുത്തിടെ കുടിയേറിയ യുവതലമുറയെ നേരിട്ട് ബാധിക്കുന്ന ഒരു സുപ്രധാന കാര്യം സ്പെഷ്യലായി അനലൈസ് ചെയ്താണ് ആദ്യത്തെ വാർത്ത നിങ്ങളുടെ അറിവിലേക്കായി പറയുന്നത്. അതായത് ജർമ്മനിയിൽ പെൻഷൻ പ്രായം 70 ആക്കാൻ ശുപാർശ. പുതിയ മലയാളി കുടിയേറ്റക്കാരെ കാത്തിരിക്കുന്നത് വൻ മാറ്റങ്ങളാണ്. ഇനി മിനി ജോബുകൾക്കും പൂട്ടുവീഴുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്. ജർമ്മനിയിലെ പെൻഷൻ സംവിധാനം പൂർണ്ണമായി അഴിച്ചുപണിയാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ ശുപാർശകളിൽ പുതുതലമുറയെ ഏറെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ് ജീവനക്കാർക്കിടയിൽ വലിയ ചർച്ചകൾക്കായി ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. നിലവിൽ 45 വർഷത്തെ തൊഴിൽ പരിചയമുള്ളവർക്ക് 63 മുതൽ 65 വരെയുള്ള പ്രായത്തിനുള്ളിൽ കുറവുകൾ ഒന്നുമില്ലാതെ പൂർണ്ണ പെൻഷൻ വാങ്ങി നേരത്തെ വിരമിക്കാൻ സാധിക്കുന്ന ജനപ്രിയ നിയമമാണ് റെന്റമിറ്റ് ത്രയൂൺ സെക്സിഷ്. ഇതിനാണ് ഇപ്പോൾ കമ്മീഷൻ പൂട്ടുവെക്കാൻ ഒരുങ്ങുന്നത്. രാജ്യത്തെ നിലവിലെ പെൻഷൻ സംവിധാനത്തിൽ വിപ്ലവകരവും എന്നാൽ സാധാരണക്കാർക്ക് ഏറെ ആശങ്കയുണ്ടാക്കുന്നതുമായ വൻ ഭേദഗതികൾ ആണ് പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. നിലവിലെ പെൻഷൻ പ്രായം ഘട്ടം ഘട്ടമായി 70 വയസ്സിലേക്ക് ഉയർത്തുക, അതായത് 63-ാം വയസ്സിൽ ലഭിക്കുന്ന പൂർണ്ണ പെൻഷൻ ആനുകൂല്യം നിർത്തലാക്കുക എന്നിവയാണ് ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ. നിലവിലെ നിയമപ്രകാരം 2030കളുടെ തുടക്കത്തോടെ പെൻഷൻ പ്രായം 67 ആക്കാൻ ഇരിക്കുകയാണ്. എന്നാൽ പുതിയ നിർദ്ദേശപ്രകാരം മനുഷ്യന്റെ ആയുർദൈർഘ്യം കണക്കിലെടുത്ത് ഇത് വരും ദശാബ്ദങ്ങളിൽ 70 വയസ്സായി ഉയർത്തും. ഇതാണ് പുതിയ തലമുറക്കാരെ ഇപ്പോൾ ബാധിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മിനി ജോബുകൾ നിർത്തലാക്കുകയാണ്. പെൻഷൻ വിഹിതം അടയ്ക്കേണ്ടാത്ത ഭൂരിഭാഗം മിനി ജോബുകളും നിർത്തലാക്കാനാണ് ശുപാർശ. മിനി ജോബുകൾക്ക് പൂട്ടുവീഴുകയാണ്. പ്രതിമാസം നികുതിയില്ലാതെ പാർട്ട് ടൈം ജോലി ചെയ്യാവുന്ന മിനി ജോബ് സമ്പ്രദായത്തിലെ ഇളവുകൾ ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും പെൻഷൻ ഇൻഷുറൻസ് പരിധിയിലേക്ക് എത്തുകയും ചെയ്യും. അത് മാത്രമല്ല, പുതിയ ഫണ്ട് സംവിധാനമാണ് ഒരുക്കുന്നത്. ക്യാപിറ്റൽ ഫണ്ടഡ് പില്ലർ. പെൻഷൻ ഫണ്ട് ശക്തമാക്കാൻ ജീവനക്കാരുടെ ആകെ ശമ്പളത്തിൽ നിന്നും 2% അധിക നികുതിയാണ് ഈടാക്കുന്നത്. ഇത് തൊഴിലുടമയും ജീവനക്കാരനും തുല്യമായി 1% വീതം പങ്കിടണം. ഈ തുക സർക്കാർ മേൽനോട്ടത്തിലുള്ള പ്രത്യേക ഫണ്ടിൽ നിക്ഷേപിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെൻഷൻ വിഹിതം ഒരുപോലെ ആയിരിക്കും. പുതിയ ഫ്രീലാൻസർമാർ, ജനപ്രതിനിധികൾ എന്നിവരെ കൂടി നിർബന്ധിത പെൻഷൻ പരിധിയിൽ കൊണ്ടുവരും. ഇനിയും റെന്റമിറ്റ് ത്രയൂൺ സെക്സിഷ് പദ്ധതിക്ക് എന്താണ് സംഭവിക്കുക? പൂർണ്ണമായി നിർത്തലാക്കുകയാണ്. കമ്മീഷന്റെ പ്രധാന ശുപാർശ ഈ നേരത്തെയുള്ള വിരമിക്കൽ ആനുകൂല്യം പൂർണ്ണമായി നിർത്തലാക്കും എന്നത് തന്നെയാണ്. ജർമ്മനിയിൽ കടുത്ത തൊഴിലാളി ക്ഷാമം നേരിടുന്നതിനാലും പെൻഷൻ ഫണ്ടിലേക്ക് പണം നൽകുന്ന യുവതലമുറയുടെ എണ്ണം കുറയുന്നതിനാലും ആളുകൾ കൂടുതൽ കാലം ജോലി ചെയ്യണമെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. നിലവിൽ പെൻഷൻ പ്രായത്തോടടുത്തവർ 2030കളുടെ തുടക്കത്തോടെ നിലവിലെ നിയമപ്രകാരം പെൻഷൻ പ്രായം 67 ആയി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിന് ഉടനടി ഒരു മാറ്റവും ഉണ്ടാകില്ല. എന്നാൽ ഭാവിയിലേക്കുള്ളവർക്കാണ് മാറ്റങ്ങൾ വരുന്നത്. പുതുതായി ജർമ്മനിയിലെത്തിയ മലയാളികളെ ഇത് എങ്ങനെയെന്ന് ബാധിക്കുമെന്ന് ചോദിച്ചാൽ, ഈ പുതിയ നിയമ പരിഷ്കാരങ്ങൾ ജർമ്മനിയിലേക്ക് അടുത്തിടെ കുടിയേറിയ മലയാളി പ്രവാസികളെ, പ്രത്യേകിച്ച് നഴ്സിംഗ്, IT, കെയർ ഹോം, സ്റ്റുഡൻസ് എന്നീ മേഖലകളിൽ ഉള്ളവരെ വലിയ രീതിയിലാണ് ഇത് ബാധിക്കുക. അതായത് കൂടുതൽ കാലം ജോലി ചെയ്യേണ്ടി വരും. അടുത്ത കാലത്തായി ജർമ്മനിയിലെത്തിയ 19, 20 മുതൽ 30 വയസ്സ് പ്രായത്തിലുള്ള യുവ മലയാളികൾക്ക് തങ്ങളുടെ വാർദ്ധക്യകാലത്തെ പൂർണ്ണ പെൻഷൻ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ 70 വയസ്സ് വരെ ജോലി ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ കുറവായിരിക്കും. അതായത് നെറ്റ് സാലറിയിൽ കുറവ് ഉണ്ടാകും. പെൻഷൻ ഫണ്ടിലേക്ക് 2% അധിക വിഹിതം ഈടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിലവിൽ ഉയർന്ന നികുതി നൽകുന്ന ജീവനക്കാരുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളത്തിൽ നേരിയ കുറവുണ്ടാകും. ഇനിയും പാർട്ട് ടൈം ജോലികൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാവും കൂടുതൽ തിരിച്ചടി ഉണ്ടാവുക. മിനി ജോബുകളുടെ പെൻഷൻ ഇളവുകൾ നിർത്തലാക്കുന്നത് വഴി പഠനത്തോടൊപ്പം ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ, അതായത് ഇവിടുത്തെ മലയാളി മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികളെയും ഇത് ബാധിക്കും. വരുമാനത്തിൽ നിന്നും പെൻഷൻ വിഹിതം നിർബന്ധമായി അടയ്ക്കേണ്ടി വരും. ഇത് അവരുടെ പ്രതിമാസ ബജറ്റിനെ ബാധിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, സ്വന്തമായി ബിസിനസ് ചെയ്യുകയോ ഫ്രീലാൻസ് ചെയ്യുകയോ ചെയ്യുന്ന മലയാളികളും ഇനി മുതൽ നിർബന്ധിത പെൻഷൻ ഇൻഷുറൻസ് പരിധിയിലേക്ക് വരും. ചുരുക്കത്തിൽ, ജർമ്മനിയിലെ മാറുന്ന പ്രായഘടനയും പ്രായമായവരുടെ എണ്ണക്കൂടുതലും കാരണമാണ് സർക്കാർ ഇത്തരം കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. ജർമ്മനിയിൽ സ്ഥിര താമസമാക്കാൻ, പ്രത്യേകിച്ച് PR അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ആഗ്രഹിക്കുന്ന പുതിയ മലയാളികൾ തങ്ങളുടെ ദീർഘകാല സാമ്പത്തിക ആസൂത്രണങ്ങളിൽ ഈ മാറ്റങ്ങൾ കൂടി മുൻകൂട്ടി കാണേണ്ടതുണ്ട്. കാരണം ഇവിടെ കിട്ടുന്ന ശമ്പളം കിട്ടിയാൽ ആ ദിവസം തന്നെ നാട്ടിലേക്ക് അയക്കുന്ന രീതി അല്പം മാറ്റിവെച്ചാലേ ഇനി കാര്യങ്ങൾ നന്നായിട്ട് പോവുകയുള്ളൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും ജർമ്മനി ഒരു പർദീസ എന്ന് സ്വപ്നം കണ്ട് നാട്ടിലിരിക്കുന്ന ഏജന്റുമാർ കൊട്ടിഘോഷിക്കുന്ന കൈ നിറയെ പണം അല്ലെങ്കിൽ ഞൊടിയിടയ്ക്കുള്ളിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്ന രീതിക്ക് ഇപ്പോൾ കടിഞ്ഞാടിടുന്നതാണ് പുതിയ പെൻഷൻ
പെൻഷൻ ആസൂത്രണം. ഇനിയും റെന്റമിറ്റ് ത്രയോൺ സക്സിഷ് ഒഴിവാക്കിയാൽ ജീവനക്കാർക്ക് മുന്നിലുള്ള വഴികൾ എന്താണെന്ന് നോക്കാം. നിശ്ചിത പ്രായത്തിന് മുൻപ് വിരമിക്കണമെങ്കിൽ ഇനി മുതൽ കടുത്ത സാമ്പത്തിക നഷ്ടം സഹിക്കേണ്ടി വരും. ഇനിയും പൂർണ്ണ പെൻഷൻ ലഭിക്കണമെങ്കിൽ സർക്കാർ നിശ്ചയിക്കുന്ന പ്രായം 67 മുതൽ 70 വരെയുള്ള അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെ നിർബന്ധമായും ജോലി ചെയ്യേണ്ടി വരും. ഇത് പറയുമ്പോൾ ചില ചോദ്യങ്ങളുമായി പലരും വരുമെന്നറിയാം. അതായത്, ഞങ്ങൾ അടച്ചിട്ടാണ് നിങ്ങൾ പെൻഷൻ വാങ്ങുന്നതെന്ന്. പക്ഷേ നിങ്ങൾ അടച്ചത് നിങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാം. അതുകൊണ്ടുകൂടി പറയുകയാണ്, കൂടുതൽ വിശേഷങ്ങളുമായി ഇങ്ങോട്ട് വരാതിരിക്കുക. ജർമ്മനി 32 അഫ്ഗാൻ പൗരന്മാരെ കൂടി നാടുകടത്തി. താലിബാനുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കൊലപാതകം, കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടത്തിയവരെയാണ് തിരിച്ചയച്ചതെന്ന് ജർമ്മൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന നാടുകടത്തൽ നടപടി 2024 ഓഗസ്റ്റ് 30-നാണ് ജർമ്മനി പുനരാരംഭിച്ചത്. അതീവ സുരക്ഷാ ഭീഷണിയുള്ളവരെയും കസ്റ്റഡിയിലുള്ള കുറ്റവാളികളെയും ലക്ഷ്യമിട്ടാണ് ആഴ്ചയിൽ ഒരിക്കലെന്നോണം ഒരു ഡീപോർട്ടേഷൻ എയർ ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത് ജർമ്മനി പറഞ്ഞു. നിലവിൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ ചെയ്ത കുറഞ്ഞത് 100 അഫ്ഗാൻ പൗരന്മാരെ ഉടനടി നാടുകടത്താൻ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ചാർട്ടർ വിമാനങ്ങൾക്ക് പുറമെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ വഴിയും ഇവരെ കയറ്റിവിടും. ജർമ്മനിയിലെ ഹാംബുർഗ് നഗരത്തിലുള്ള ഒരു ഹോട്ടലിലുണ്ടായ കനത്ത തീപിടുത്തത്തിൽ 14 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച പുലർച്ചെ സെന്റ് ജോർജ് ഡിസ്ട്രിക്റ്റിലെ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ കായിക പ്രേമികൾക്കായി ചാവറ കപ്പ് 2026 ബാഡ്മിന്റൺ ടൂർണമെന്റ് ജൂലൈ 4-ന് നടക്കും. ഇതിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ അമച്വർ ബാഡ്മിന്റൺ തരംഗങ്ങൾക്ക് ആവേശം പകരുന്ന ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളിൽ ഒന്നായ ചാവറ കപ്പ് 2026 ജൂലൈ 4-ന് നടക്കുന്നത്. കായികമേളയുടെ പ്രധാന വിശദാംശങ്ങളെ പറ്റി പറയുമ്പോൾ മത്സരം ക്രമീകരിച്ചിട്ടുള്ളത് ജൂലൈ 4 ശനിയാഴ്ചയാണ്. സ്ഥലം ഹൈഡൽബർഗിന് സമീപമുള്ള നെക്കാർ ഗെമുണ്ടാണ്. മുൻസൻബാഹ് ഹാളെ നെക്കാർ ഗെമുണ്ട് ബൈ ഹൈഡൽബർഗ്. മത്സര വിഭാഗങ്ങളെ പറ്റി പറയുമ്പോൾ ഡബിൾസ് മത്സരങ്ങളാണ് ടൂർണമെന്റിൽ ക്രമീകരിച്ചിരിക്കുന്നത്. കാറ്റഗറി നോക്കിയാൽ പുരുഷന്മാരും വനിതകളും. ഇത് മിക്സഡ് ആയിട്ടായിരിക്കും മത്സരങ്ങൾ നടക്കുക. സമ്മാനമായി നിശ്ചയിച്ചിട്ടുള്ളത് എല്ലാ വിജയികൾക്കും പ്രൈസ് മണിയായി 2000 യൂറോയ്ക്ക് മേൽ തുകയും ട്രോഫിയും സർട്ടിഫിക്കറ്റുമാണ്. രജിസ്ട്രേഷൻ വിവരങ്ങളെ പറ്റി പറയുമ്പോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ടീമുകൾക്കായി ഇപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റായ www.chavarakapp-badminton.de എന്ന വെബ്സൈറ്റിൽ കയറി പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അമേരിക്കയിലെ ടെക്സാസിൽ ഇന്ത്യൻ വംശജനായ വിദ്യാർത്ഥി കുടുംബാംഗങ്ങളെ വെടിവെച്ചു കൊന്നു. ടെക്സാസിൽ റിയോ ഗ്രാൻഡെ വാലി സർവകലാശാല വിദ്യാർത്ഥിയായ ഗൗരവ് ചോപ്ര എന്ന 19-കാരനാണ് മാതാപിതാക്കളെ വെടിവെച്ചു കൊന്നത്. കാറിൽ രക്ഷപ്പെട്ട ഇയാളെ പോലീസ് പിന്തുടർന്ന് പിടികൂടി. സംഭവത്തിന്റെ കാരണം വ്യക്തമല്ല. ലോകകപ്പിന്റെ വിശേഷങ്ങളിലേക്ക് കടന്നാൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം കൊടുമുടിയിലെത്തിച്ച് ഗ്രൂപ്പ് ഘട്ടത്തിലെ അഗ്നിപരീക്ഷയിൽ കരുത്തരായ ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് ജർമ്മനി കീഴടക്കി. ജർമ്മനി മത്സരത്തിന്റെ അവസാന നിമിഷം വരെ ഉദ്വേഗം നിറഞ്ഞ പോരാട്ടത്തിനൊടുവിലാണ് ഇഞ്ചുറി ടൈമിൽ പിറന്ന മാന്ത്രിക ഗോളിലൂടെ ജർമ്മനി തങ്ങളുടെ ആധികാരിക വിജയം ഉറപ്പാക്കിയത്. ജർമ്മനിക്കായി സ്റ്റാർ സ്ട്രൈക്കർ ഡെന്നിസ് ഉണ്ടവ് ഇരട്ട ഗോളുകളോടെയാണ് ടീമിന്റെ വിജയശില്പിയായി മാറിയത്. തുടക്കം മുതൽ ഒടുക്കം വരെ കനത്ത പോരാട്ടമായിരുന്നു. മത്സരത്തിന്റെ തുടക്കം മുതൽ ഇരു ടീമുകളും മികച്ച ആക്രമണ ഫുട്ബോളാണ് പുറത്തെടുത്തത്. മത്സരം സമനിലയിലേക്ക് നീങ്ങുമെന്നും ജർമ്മനിക്ക് പോയിന്റ് നഷ്ടപ്പെടുമെന്നും ആരാധകർ കരുതിയിരുന്ന നിമിഷത്തിലാണ് കളിയുടെ ഗതി തന്നെ മാറിയത്. ഇഞ്ചുറി ടൈമിൽ ഉണ്ടവ് മാജിക്കിന്റെ മാന്ത്രിക സ്മാഷാണ് ജർമ്മനിയെ വിജയത്തിൽ എത്തിച്ചത്. ഡെന്നിസ് ഉണ്ടവ് 2ാം ഗോൾ ഐവറി കോസ്റ്റിന്റെ വലയിലേക്ക് അടിച്ചു കയറ്റിയതോടെ സ്റ്റേഡിയം ഒന്നടങ്കം ജർമ്മൻ മുദ്രാവാക്യങ്ങളാൽ പ്രകമ്പനം കൊണ്ടു. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ 1-2 ഗോളിന് ജർമ്മനി ആകാശത്തോളം പോന്ന വിജയമായിട്ടാണ് കളം വിട്ടത്. ഇതോടെ ലോകകപ്പ് വേദിയിൽ തങ്ങളുടെ കിരീട സാധ്യതകൾ ജർമ്മനി ഒരിക്കൽ കൂടി അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. വരും മത്സരങ്ങളിലും ഇതേ ഫോം തുടരാനാകുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് ജർമ്മൻ പട ഇപ്പോൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.